ഹലോ, അസ്സലാമു അലൈക്കും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള പലഹാരങ്ങളുടെ വീഡിയോ ഒക്കെ തപ്പി നടക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോളി. വീട്ടിൽ സ്ഥിരമായിട്ടുള്ള കുറച്ച് ചേരുവകൾ മാത്രം ചേർത്തുകൊണ്ട് തന്നെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ആ ഒരു മുട്ട പൊട്ടിച്ചൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പിനടുത്ത് പാലും ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും പിന്നെ ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പും ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പോളം മൈദയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മൈദ കുറേശ്ശെയായിട്ട് ചേർത്ത് ഒന്നും കട്ടയൊന്നും ഇല്ലാത്ത ലെവലിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കട്ടയാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ചധികം ടൈം തന്നെ നമ്മൾ ഇതുപോലെ ഇളക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇനി ഡയറക്റ്റ് ആയിട്ട് തന്നെ എല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒരൊറ്റ പൾസിൽ ഒന്നിങ്ങനെ അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാ കട്ടയൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ബേക്കിംഗ് സോഡ ഒരല്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഒരു പഴമാണ്. അപ്പോൾ ഒരു പഴം മാക്സിമം തിന്നായിട്ട് തന്നെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു പാനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവ് ഓരോ കയ്യിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മളിതിനെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പഴം ഓരോന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ മാവിൻ്റെ പാകത്തിനനുസരിച്ച് നമ്മളിതിലേക്ക് പഴം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ഒരു 5 പീസ് പഴം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനിടയിലായിട്ട് ഞാനൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ കുറച്ച് കടല വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഓപ്ഷനിലാണ്, തീർത്തും ഓപ്ഷനിലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു മുട്ടയിലേക്ക് ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പാൻ കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നു കഴിഞ്ഞാൽ അതിന് മുകളിലേക്കായിട്ട് 1-2 ടീസ്പൂൺ ഇതുപോലെ മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി അതൊരു ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ മുകൾ ഭാഗമൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ ഓയിലോ നെയ്യോ ഒന്നും ചേർത്ത് കൊടുക്കാതെയാണ് കേട്ടോ ഞാനിതിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു കയ്യിൽ മാവ് വീണ്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും പഴം വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാക്സിമം പഴം എത്രത്തോളം തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് ഒരുപാട് പലഹാരത്തിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് ഉണ്ടാവും. അപ്പോൾ ഒരു പഴം തന്നെ മതിയാവും നമുക്കിത് ഫുള്ളായിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ വീണ്ടും ഇതിന് മുകളിലേക്ക് ഞാൻ മുട്ട മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് നെയ്യ് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് കൂടെ ചേർത്തിട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാതും സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാൻ അവിടെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്ന സമയത്തും അതുപോലെ തന്നെ ഈ സ്കൂൾ വിട്ട് വരുന്ന സമയങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.